ഈ പുസ്തകത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകണം. പുറപ്പാട് 23-ന്റെ 21-ാമത്തെ വാക്യം 22 ഒക്കെ വായിച്ചു നോക്കുക. ഈ ദൂതൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ, ആ വചനം നിങ്ങൾ ഹൃദയപൂർവ്വം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് പറയാണ്, നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയായിരിക്കും. ദൂതന്റെ വാക്കനുസരിച്ചാൽ കർത്താവ് തന്നെ നേരിട്ട് ഫൈറ്റ് ചെയ്തോളുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൂതന്റെ പ്രോമിസ് അല്ല, കർത്താവിന്റെ സാന്നിധ്യമാണ്. ലോകത്തെ മുഴുവൻ ജയിച്ച കർത്താവ്. 1 യോഹന്നാൻ 4:4 നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. ഉള്ളിലുള്ളതെന്ന് വെച്ചാൽ പോക്കറ്റിലുള്ളവനല്ല. ആ വചനം വായിച്ച് ഹൃദയത്തിലാക്കിയാൽ ഹൃദയത്തിലേക്ക് കയറുന്നത് വായിച്ച കുറെ വരികളല്ല, അത് പറഞ്ഞ ഈശോയാണ്. ആ ഈശോയുടെ വാക്ക് ജീവൻ നൽകും, എല്ലാത്തിനും അതിജീവിക്കാനുള്ള ജീവൻ നൽകും. ലോകത്തിൽ പ്രതിസന്ധികളുണ്ടായ, വേദനകളുണ്ടായ, ഈ കുഞ്ഞു ആയുസ്സിൽ താങ്ങാൻ പറ്റാത്ത വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും ലോകത്തെ ജയിച്ചവനാണ് കൂടെ. ആ കർത്താവിന്റെ വചനം കയ്യിലെടുത്ത്, ബാഗിലെടുത്ത്, ഹൃദയത്തിലെടുത്ത് കൊണ്ട് നടക്കുക, അതനുസരിച്ച് ജീവിക്കുക. എല്ലാത്തിൻ്റെ മേൽ വിജയം കർത്താവ്. നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ വായിച്ച, ഇതുവരെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള, ഇതുവരെ മനപ്പാടാക്കിയിട്ടുള്ള, പ്രാർത്ഥിച്ചിട്ടുള്ള, ജീവിച്ചിട്ടുള്ള എല്ലാ വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ ഈ സമയം നിങ്ങളിലേക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, നിങ്ങളുടെ നിയോഗങ്ങളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ച്, ഞാൻ വായിച്ച എല്ലാ വചനത്തിന്റെ അഭിഷേകത്തിൽ, ഞാൻ സംസാരിച്ച എല്ലാ വചനത്തിന്റെ അഭിഷേകത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.